ഹായ് ഫ്രണ്ട്സ്, ഹഫ്സാസ് കിച്ചൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജ്യ. ഇന്ന് ഞാൻ ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബേക്കറി ടേസ്റ്റോടുകൂടി നമുക്ക് എങ്ങനെ ജിലേബി വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ജിലേബി വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. അതിനായി ഞാൻ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് തലേ ദിവസം തന്നെ ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണ്. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഏറ്റവും കുറവ് വെള്ളം ഉപയോഗിച്ച് അരച്ചെടുക്കാം. ഉഴുന്ന് മിനിമം 4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർക്കാൻ വെക്കേണ്ടതാണ്. ഞാൻ ഇത്ര കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ എത്രത്തോളം വെള്ളം കമ്മിയായിട്ടാണ് അരച്ചെടുക്കുന്നത് അത്രയും കുറവായിട്ട് അരച്ചെടുക്കാം. ഇനി അതിനൊക്കെയായിട്ട് ഞാൻ 1 പിഞ്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്, 1 പിഞ്ച് ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ കോൺഫ്ലവറും മൈദാമാവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഷുഗർ 2 കപ്പും അതിലോട്ട് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് ഞാൻ സിറപ്പാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് മിക്സ് ചെയ്തെടുക്കാം. അതിലോട്ട് 1 പിഞ്ച് ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഫുഡ് കളറിൽ കുറച്ച് വെള്ളം ചേർത്ത് അതിലോട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഫുഡ് കളറിൻ്റെ പൗഡറാണ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്തുന്നത്. 1 കപ്പ് ഉഴുന്നതിന് 1 കപ്പ് കോൺഫ്ലവറും അതിൽ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദാമാവും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഈ അളവ് കൃത്യമായിട്ട് വേണമെന്നില്ല. നമ്മൾ ഉഴുന്നിൽ എത്രത്തോളം വെള്ളം ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് ഈ പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. മാക്സിമം വെള്ളം കമ്മിയായി ചേർത്തിട്ടുള്ളവർക്ക് ഈ പൊടി കുറച്ച് കമ്മിയായിട്ടും കൂടുതലായിട്ടൊക്കെ വേണ്ടി വരും. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു കൃത്യം എൻ്റെ കൺസിസ്റ്റൻസിയിൽ മാവ് അരച്ചെടുത്തവർക്കുള്ള അളവാണ്. ഇനി വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ മാവിൻ്റെ അളവ് കൂടുകയും വെള്ളം കുറഞ്ഞാണ് അരച്ചിട്ടുള്ളതെങ്കിൽ മാവ് കുറയുകയും ചെയ്യും. ഞാൻ പഞ്ചസാര പാനി അടുപ്പത്ത് വെച്ചിരുന്നു, അത് നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ അതിലോട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ക്രിസ്റ്റൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പാനി അല്ലെങ്കിൽ ചൂടാറുമ്പോൾ ഒന്ന് ക്രിസ്റ്റലാവും, അതിന് വേണ്ടിയിട്ടാണ്. അതിലോട്ട് ഞാൻ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അത് എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് നമുക്ക് ജിലേബി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പൈപ്പിംഗ് ബാഗിലോട്ട് ആ മിക്സർ മാറ്റിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ജിലേബി ഉണ്ടാക്കുമ്പോൾ പരന്ന പാൻ വേണം ഉപയോഗിക്കാൻ. അതിലോട്ട് ഫുള്ളായിട്ട് എണ്ണ ഒഴിച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചുറ്റിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ നല്ല ഹോട്ടൽ ബേക്കറികളിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റോടുകൂടി ജിലേബി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു ഇതിലേക്ക് വാരിയതിന് ശേഷം നമുക്ക് നമ്മൾ സിറപ്പ് ഉണ്ടാക്കി വെച്ചത് നല്ല ചൂടോടുകൂടി തന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൈപ്പിംഗ് ബാഗിലാവുമ്പോൾ അങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണം അതുപോലെ ചുറ്റിച്ച് കൊടുക്കാൻ പറ്റും. ഈ പഞ്ചസാര പാനിയിൽ കുറേ നേരം ഇട്ട് വെക്കാൻ പാടില്ല. നമ്മൾ നെക്സ്റ്റ് ഇത് മാവ് അതിലോട്ട് എണ്ണയിലോട്ട് തിരിപ്പിക്കുന്നത് വരെ ഇത് പഞ്ചസാര പാനിയിൽ കടന്നോട്ടെ. ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അതായത് 1 മിനിറ്റ് നേരത്തിന് പഞ്ചസാര പാനിൽ ഇട്ടാൽ മതിയാവും. ആദ്യം ഇത് ക്രിസ്പി ആയിട്ട് തോന്നും, പിന്നീട് ആ പഞ്ചസാര പാനി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് ജിലേബിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക. ഇതുപോലെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചുറ്റിച്ചെടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ എങ്ങനെ തേൻ മിഠായി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ ജിലേബിയും കൂടെ.
എൻ്റെ ഈ റെസിപ്പികളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഞാൻ ഉടൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഞാൻ പുഡിംഗ് ഉണ്ടാക്കിയതിൽ ഞാൻ ടൈം പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. അതിലൊരു 30 മിനിറ്റ്സാണ് നമ്മൾ അടുപ്പത്ത് പുഡിങ്ങിൻ്റെ ആ റെസിപ്പിയിൽ നമ്മൾ വെക്കേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഏതെങ്കിലും റെസിപ്പിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. എനിക്ക് കുറേ റിവ്യൂസ് കിട്ടിയിരുന്നു. ഞാൻ ഉണ്ടാക്കിയ ബന്നും ഇതൊക്കെ പെർഫെക്റ്റായി കിട്ടി എന്നുള്ളത് കുറേ പേര് എൻ്റെ അടുത്ത് കമൻ്റായിട്ടും എല്ലാം കാണിച്ചിരുന്നു. ബന്ന്, പുഡിങ്, അതുപോലെ തേൻ മിഠായിയൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണും വരെ thanks for watching. Have a nice day. Stay blessed.